നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ ഒരാളും റബ്ബിനെ കുറിച്ച് നല്ലത് വിചാരിച്ചിട്ടല്ലാതെ മരിച്ചു പോകരുത്. നമ്മുടെ മുൻഗാമികളിൽ പലരും മരണക്കിടക്കയിൽ കിടക്കുന്ന ആളോട് പറയാറുണ്ട്, എന്താണ് നിങ്ങൾ റബ്ബിനെ കുറിച്ച് വിചാരിക്കുന്നത്? റബ്ബിനെ കുറിച്ച് നല്ലതല്ലാതെ വിചാരിക്കരുത്, പ്രത്യേകിച്ച് മരണസമയത്ത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത്, മരണശയ്യയിൽ കിടക്കുന്ന ഒരാളോട്, മരിക്കാൻ കിടക്കുന്ന ഒരാളോട് നമുക്ക് മരണം ആസന്നമായി എന്ന് തോന്നിയാൽ അയാളോട് പറയേണ്ടത്, അയാൾക്ക് ശുഭാപ്തി വിശ്വാസം ഉണ്ടാക്കുന്ന, നല്ല വിചാരം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അയാളോട് പറയേണ്ടത്. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നിങ്ങൾ ഇത്ര കാലം മുസ്ലിമായി അള്ളാഹു സുജൂദ് ചെയ്ത് ജീവിച്ചില്ലേ, ഇൻഷാ അല്ലാഹ് അള്ളാഹു നിങ്ങളുടെ കാര്യം വെറുതെ ആക്കുകയില്ല, അള്ളാഹു ഖൈർ വരുത്തും എന്ന നല്ല ചിന്തയാണ് അയാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അത് നമ്മുടെ മുൻഗാമികളുടെ രീതിയാണ്. കാരണം റബ്ബിനെ കുറിച്ച് നല്ലത് വിചാരിച്ചിട്ടേ മരിച്ചു പോകാൻ പാടുള്ളൂ എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് പറയാൻ പറയുക. അതുപോലെ ഇൻഷാ അല്ലാഹ് റബ്ബ് നിങ്ങൾക്ക് നല്ലത് വരുത്തും. നിങ്ങൾ ഇത്ര ഖൈറുകൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടല്ലോ, ഇൻഷാ അല്ലാഹ് അള്ളാഹു ഒന്നും വെറുതെ ആക്കുകയില്ല, അള്ളാഹു സ്വീകരിക്കും. ഈ രൂപത്തിലാണ് പിന്നെ അവസാന കാലത്തെ ആളുകളോട് പറയേണ്ടത്. ഒരു മുഅ്മിൻ അവന് പ്രായം ചെല്ലുന്നേന റബ്ബിനെ കുറിച്ച് അവൻ നല്ലത് വിചാരിച്ചുകൊണ്ടേയിരിക്കണം. ഇത്ര കാലം ആഫിയത്ത് തന്ന റബ്ബാണ്, ഇത്ര കാലം നിനക്ക് റിസ്ക് തന്ന റബ്ബാണ്. അതുകൊണ്ട് പ്രായം ചെല്ലുന്നേന റബ്ബിനെ കുറിച്ച് ഖൈറായത് മാത്രം വിചാരിക്കുക. ഒരു സമയത്തും റബ്ബിനെ കുറിച്ച് മോശം വിചാരിക്കരുത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് റബ്ബിനെ കുറിച്ചുള്ള ഹുസ്നുൽ ളന്നിനെ കുറിച്ച് സുദീർഘമായ വാക്കുകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, മനോഹരമായ വാക്കുകൾ. അത് പ്രത്യേകം ഒരു ദിവസം പറയേണ്ടതാണ്. അങ്ങനത്തെ മഹത്തായ വാക്കുകളാണ്. അത് കിതാബു തൗഹീദിന്റെ ഒരു ദർസിൽ നമ്മളത് കുറേ വായിച്ചിരുന്നു തലശ്ശേരി. അതായത് ഇമാം ഇബ്നുൽ ഖയ്യിം പറയുകയുണ്ടായി, പല ആളുകളും സംസാരിക്കും, അവരുടെ സംസാരം വ്യക്തമായി പറയുന്നില്ല. ചില ജാഹിലുകൾ വ്യക്തമായി തന്നെ പറയും, എന്താ അള്ളാഹ്ക്ക് ഇങ്ങനെ വരുത്തിയത് എന്ന് വരെ പറയുന്ന ആളുകൾ. സുബ്ഹാനല്ലാഹ്, എന്ത് കരാറ് വാങ്ങിയിട്ടാണ് അവൻ ഇങ്ങോട്ട് വന്നത്? അള്ളാഹുവിനോട് ഇന്നതൊക്കെ എനിക്ക് തരാമെന്ന് റബ്ബിനോട് കരാർ വാങ്ങിയിട്ടുണ്ടോ? എന്ത് യോഗ്യതയാണുള്ളത്? ഒരുപാട് നിഅമത്തുകൾ അനുഭവിച്ചിട്ടാണ് ഈ പറയുന്നത്, അതൊക്കെ നിസ്സാരമായി കണ്ട്. എന്നാൽ ചിലരുണ്ട്, നമ്മൾ പലരുടെയും സ്ഥിതി അങ്ങനെയാണ്. നഅൂദു ബില്ലാഹ്, അള്ളാഹു കാക്കട്ടെ. അതായത് ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, അവർ അവരുടെ സംസാരത്തിനിടയിലൂടെ പറയും, എന്ത് യഥാർത്ഥത്തിൽ എനിക്ക് ഇതിനേക്കാളും കൂടുതൽ കിട്ടാൻ അർഹതയുണ്ട് എന്നാണ് അവൻ്റെ സംസാരം. നേർക്ക് നേരെ അല്ലെങ്കിലും അതിൻ്റെ ഉള്ളിൽ അതാണ്, റബ്ബ് എന്നോട് ചെയ്തത് അത്ര ശരിയല്ല, റബ്ബ് എനിക്ക് കിട്ടേണ്ടതിനേക്കാളും കുറച്ചാണ് തന്നിട്ടുള്ളത്, എൻ്റെ അവകാശത്തെക്കാൾ കുറച്ച്. റബ്ബ് എന്നോട് ദുൽമ ചെയ്തിട്ടുണ്ട്, അനീതി ചെയ്തിട്ടുണ്ട് എന്നവൻ്റെ സംസാരത്തിൻ്റെ ഇടയിൽ കാണാം. ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, ചാരം അതിങ്ങനെ നീ തുറന്നു നോക്കിയാൽ അതിനടിയിൽ ഇങ്ങനെ കനൽ കിടക്കുന്നത് പോലെ ഇവരുടെ ഉള്ളിൽ, ഖൽബിനുള്ളിൽ എന്തുണ്ട്? ഇതിങ്ങനെ കിടക്കുന്നുണ്ട്, അള്ളാഹു എനിക്ക് തന്നത് പോരായെന്ന്, റബ്ബ് എന്നോട് എന്തോ മോശം ചെയ്തു എന്നത്. അള്ളാഹു റബ്ബുൽ ആലമീൻ ജാഹിലിയത്തിൻ്റെ ചിന്ത എന്ന് ഇതിനെ വിശേഷിപ്പിച്ചു. അതുപോലെ വന്നസ്സൗ, അള്ളാഹുവിനെ കുറിച്ചുള്ള മോശം വിചാരം എന്ന് പറഞ്ഞു. എന്നാൽ മുഅ്മിനുകൾ റബ്ബിനെ കുറിച്ച് നല്ലതാണ് വിചാരിക്കുക. ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, നീ റബ്ബിനെ കുറിച്ച് നല്ലതല്ലാതെ വിചാരിക്കരുത്. നീ എല്ലാ മോശവും വിചാരിക്കേണ്ടത് ആരെ കുറിച്ചാ? നിന്നെ കുറിച്ചാണ്, നിന്റെ നഫ്സിനെ കുറിച്ച്. അതിനെക്കുറിച്ച് എല്ലാ മോശത്തരവും, എന്ത് അപകടം, എന്ത് മുസ്ലിമത്വം, അതൊക്കെ നിന്റെ നഫ്സാണ് ഇതിന് കാരണം എന്ന് വിചാരിക്കുക. ഇനി നിന്റെ നഫ്സിൽ വല്ല ഖൈറുമുണ്ടോ അത് അള്ളാഹു തന്നതാണ്. എന്തെങ്കിലും ഖൈർ നിന്റെ നഫ്സിലുണ്ടോ എങ്കിൽ അത് റബ്ബ് തന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും നീ റബ്ബിനെ കുറിച്ച് മോശം വിചാരിക്കരുത്. മോശമൊക്കെ നീ നിന്നെ കുറിച്ച് വിചാരിക്കുക. എത്രത്തോളം ചില ആളുകൾ ഒരുപാട് അമൽ ചെയ്യും, ധാരാളമായി ദുആ ചെയ്യും, എന്നിട്ട് അവന് ദുആക്ക് ഉത്തരം കിട്ടാതിരിക്കുമ്പോൾ അവൻ വിചാരിക്കുന്നത് എന്താണ്? നല്ല ആളാണെങ്കിൽ അവൻ വിചാരിക്കും, എനിക്കെന്തോ തകരാറുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഉത്തരം കിട്ടാത്തത്, ഇനിയും ഞാൻ നന്നാകേണ്ടതുണ്ട്, ഞാൻ ഖൈറ് വരുത്തേണ്ടതുണ്ട് എന്ന് ചിന്തിക്കും. അങ്ങനെയാണ് നാം ചിന്തിക്കേണ്ടത്. നമ്മൾ തെറ്റുകളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടേയിരിക്കുക. ഓരോ വാക്കിലും എന്തൊക്കെയാണ് നമുക്ക് തകരാറുള്ളത്, മനസ്സിലുള്ള ചിന്തയിൽ എന്തൊക്കെയാണ് തകരാറുള്ളത്, ആരെയൊക്കെയോ കുറിച്ച് നമ്മൾ മോശം വിചാരിക്കുന്നു, ആരെയൊക്കെയോ കുറിച്ച് നമുക്ക് അസൂയമുണ്ട്,
ആരോടൊക്കെയോ നമുക്ക് വേണ്ടാത്ത പ്രയാസങ്ങളുണ്ട്. ഇങ്ങനെ ഒരുപാട് ചിന്ത. നമ്മളെക്കുറിച്ച് നമുക്ക് പല മോശം വിചാരമുണ്ട്, അഹങ്കാരം പോലെ, അത് അങ്ങനെയുള്ള പലതും. ഇതൊക്കെ അള്ളാഹു റബ്ബുൽ ആലമീൻ വെളിപ്പെടുത്താൻ പല പരീക്ഷണങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടവനാണ് മുഅ്മിൻ. പാഠം ഉൾക്കൊള്ളേണ്ടവനാണ് മുഅ്മിൻ. നമ്മൾ ചിന്തിക്കണം, ഇത് വന്നത് ചിലപ്പോൾ എന്നെ റബ്ബ് ഇത് പഠിപ്പിക്കാനായിരിക്കും. എന്നെ അപമാനിക്കുന്ന ഒരുത്തനെ റബ്ബ് ചിലപ്പോൾ കൊണ്ടുവന്നത് എൻ്റെ കിബറൊന്നും അടങ്ങാനായിരിക്കും, എന്നെ വഷളാക്കിയിട്ട്. ചിലപ്പോൾ അതുകൊണ്ട് നമുക്ക് ഹൈറുണ്ട്. എല്ലാവരും എല്ലാ സമയത്തും ബഹുമാനിച്ചുകൊണ്ടിരുന്നാൽ മനുഷ്യൻ ചിലപ്പോൾ കിബർ കയറി നശിച്ചു പോകും. അതേസമയം ഇടയ്ക്ക് ചീത്ത വിളിക്കുന്ന ഒരുത്തനെ റബ്ബ് ഇവിടെ കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ അപമാനിക്കുന്ന ഒരുത്തനെ കൊണ്ടുവന്ന് നമ്മൾ കുറച്ചൊന്ന് ആള് താഴ്ന്നു, ഒന്ന് ഡൗൺ ആവും. അത് നമ്മൾ താഴേണ്ടവരാണ്, ഇസ്തിഅല പാടില്ലാത്തവരാണ്. ജനങ്ങൾക്ക് മേൽ ഇസ്തിഫാലത്തും അവരെ മെക്കിട്ട് കയറുക, അവരെ മുകളിലാണ് ഞാൻ എന്നെപ്പോഴും ചിന്തിക്കാൻ നമുക്ക് പാടില്ലാത്ത. അതുകൊണ്ട് സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളെല്ലാം ഹൈറാണെന്ന് മനസ്സിലാക്കുക. റബ്ബ് നമുക്ക് നമ്മുടെ ഉമ്മയേക്കാൾ ഉപ്പയേക്കാൾ നമ്മുടെ റഹ്മത്തുള്ളവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അവൻ ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞതുപോലെ ആദം നബിയെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല രൂപത്തിൽ തിരിച്ചു കയറ്റാനാണ് അള്ളാഹു പുറത്താക്കിയിട്ടുള്ളത്. അതുകൊണ്ട് റബ്ബ് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ ശത്രുവിൽ നിന്ന് നമുക്ക് താക്കീത് നൽകുകയും അവൻ്റെ സ്വർഗത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയും ചെയ്ത റബ്ബാണ്. ഈ ഇസ്ലാമിലേക്ക് നമുക്ക് തൗഫീഖ് തന്ന റബ്ബ്, ഇബാദത്തുകൾ അവന് സുജൂദ് ചെയ്യാൻ, അവനെ ദിക്ർ ചെയ്യാൻ, അവനോട് ദുആ ചെയ്യാൻ തൗഫീഖ് തന്ന റബ്ബാണ്. അത് മറക്കരുത്. അതാണ് ഏറ്റവും വലിയ നിഅമത്ത്, ഈ ദീനാകുന്ന നിഅമത്ത്. റബ്ബിനെ കുറിച്ച് മോശമായി ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. അള്ളാഹുവിൻ്റെ ഏതേത് തീരുമാനത്തിനു പിന്നിലും ഖൈറുണ്ട്, അവൻ്റെ മഹത്തായ ഹിക്മത്ത് അതിൻ്റെ പിന്നിലുണ്ട്. മരണം വരെ അള്ളാഹു റബ്ബുൽ ആലമീൻ അവനെക്കുറിച്ച് നമുക്ക് ഹുസ്നുൽ ദന്ന നൽകുമാറാകട്ടെ. റബ്ബിനെക്കുറിച്ച് ജാഹിലിയത്തിൻ്റെ വിചാരം, അതുപോലെ തെറ്റായ വിചാരം ചിന്തിച്ചു പോകുന്നതിൽ നിന്ന് അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ ആമീൻ.